29 മാർക്ക് കിട്ടി ഫെയിലായ എന്റെ ബിടെക്കിന്റെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് പേപ്പറാണ് ഇത്. 8ഉം 9ഉം 10ഉം 18ഉം ഞാൻ എഴുതിയില്ലെന്നാണ് ഈ ഒരു പേപ്പർ കാണിച്ചേക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതാണ് ആ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. ഇതാണ് ഞാൻ എഴുതാത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം 23 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുപ്പിച്ച് കറക്റ്റേ ചെയ്തിട്ടില്ല. ഈ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇതേപോലെ ഇട്ടേക്കുന്നത്. എഴുതിയ തെറ്റാണെങ്കിൽ 0 മാർക്കിനും. പിന്നെ ആണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. 3 പാർട്ടായിട്ടാണ്. സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം, നോൺ യൂണിഫോം, അതേപോലെ ലാമിനാർ, ടർബുലന്റ്. ഇത് 3ഉം കറക്റ്റ് ആൻസർ ആണ്. ഇതിന് എനിക്ക് ഇവർ നോക്കിയപ്പോൾ ഇട്ട മാർക്ക് 0 മാർക്ക്. ഈ ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷറും മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് 2 ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇതിന് 1 മാർക്ക്. ഞാൻ എന്താ പിച്ചക്കാരനാണോ ഇങ്ങനെയൊക്കെ മാർക്ക് ഇങ്ങനെ? അസംഷൻസ് ഓഫ് ബെർണോളസ് തിയറത്തിന് പോലും അവന്മാർ ഫുൾ മാർക്ക് ഇട്ടിട്ടില്ല. ഇതൊക്കെ ഉള്ളതല്ലേ എഴുതാൻ പറ്റും. എന്റെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് എഴുതിയ എക്സാം ആയിട്ട് മാത്രം ഞാനൊന്ന് പേപ്പർ എടുത്തു. പേപ്പറിന്റെ റീവാലുവേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് ഇവന്മാർ ഏറ്റവും വലിയ സ്കാം. ഇതിപ്പോ ഞാൻ റീവാലുവേഷൻ കൊടുത്താലും അതിന്റെ സപ്ലി ഞാൻ രജിസ്റ്റർ ചെയ്ത് സപ്ലിയും പഠിച്ച് എഴുതിയതിനു ശേഷം മാത്രമേ അതിന്റെ റിസൾട്ട് ഇടൂ. പിന്നെ റീവാലുവേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നോക്കാത്ത ഈ 4 ക്വസ്റ്റിനും ഒറ്റ പേപ്പറിലൊന്നുമല്ല, 4 ക്വസ്റ്റിനും 4 പേപ്പറിലാണ്. ഇതെന്തോ ഡബിൾ വാല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. 2 പേര് നോക്കിയിട്ട് നോക്കാത്ത ക്വസ്റ്റ്യൻ പോലും അവർ നോക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പാസ്സാവാനാ? കുറുവ ടീംസ് ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞു വന്നിട്ടാണ് പൈസ എടുത്തോണ്ട് പോകണമെങ്കിലും പറയാം. ഇത് പക്ക പിടിച്ചുവരിയല്ലേ അവന്മാർ നടത്തുന്നത്. ഇതിന്റെ റീവാലുവേഷന്റെ പൈസ, ഇതിന്റെ പേപ്പർ എടുക്കേണ്ട പൈസ, പിന്നെ സപ്ലിയുടെ പൈസ എല്ലാം കൂടി ഈ സ്റ്റുഡന്റ് അവന്മാർ 10,500 എന്റെ നമുക്കിട്ടുണ്ട്. ബിടെക്കിനൊക്കെ പോകാൻ വേണ്ടി ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവന്മാർക്കൊന്ന് ഈ വീഡിയോ അയച്ചു കൊടുത്തേക്ക്. പഠിക്കുന്നവന്മാർക്കും അയച്ചു കൊടുത്തേക്ക്. വെറുതെ അല്ല അവന്മാർ തോക്കുന്നതെന്നുള്ള കാര്യം. 29 മാർക്ക്